എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം. പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ദൈവം ദാനമായി നൽകി. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം. 2 കൊരിന്ത്യർ 5:14 അതിൻ്റെ ആരംഭ ഭാഗം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിൽ നിറയപ്പെട്ട ജീവിതം എന്ന ടോപ്പിക്കിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ചിന്ത നമ്മൾ പങ്കുവച്ചത്. വേദപുസ്തകത്തിൽ ക്രിസ്തുവിനാൽ നിറയപ്പെട്ട ധാരാളം ആളുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബർന്നബാസ് ഒരു നല്ല മനുഷ്യനായി ജീവിച്ചതിൻ്റെ കാരണം അവൻ നിറഞ്ഞ മനുഷ്യനായിരുന്നു. ഫലകരമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിരിക്കണം, യേശു ക്രിസ്തുവിനാൽ നിറഞ്ഞവരായിരിക്കണം. നിറയപ്പെടണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളത് ചിലത് ഒഴിയണം. വളയാത്ത ചില ഭാഗങ്ങൾ വളയണം. പലപ്പോഴും നാം പ്രാർത്ഥിക്കും, കർത്താവേ, ഞാൻ ഒഴിഞ്ഞവനായിട്ട് വന്നിരിക്കുന്നു, നീ എന്നെ നിറയ്ക്കണം. നിറയ്ക്കാൻ കർത്താവ് എത്ര ശ്രമിച്ചാൽ നിറയില്ല. കാരണം 1 ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല, മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. എവിടെയാണ് നിറയ്ക്കുക? എന്നാൽ ആര് ഒഴിഞ്ഞു കൊടുക്കുന്നുവോ അവരെ ദൈവം നിറയ്ക്കും. ഞാനല്ല എന്ന് ആര് പറയുമോ അവരെ ദൈവം നിറയ്ക്കും. സ്തെഫാനോസ് ശുശ്രൂഷകനായിരുന്നു, മേശയിങ്കൽ ശുശ്രൂഷിച്ചു. കാരണം അവൻ നിറഞ്ഞ മനുഷ്യനായിരുന്നു. സ്തെഫാനോസിൻ്റെ പ്രസംഗം പോലെ വേറൊരു ഗാംഭീര്യമുള്ള പ്രസംഗം അപ്പോസ്തലപ്രവർത്തികളിൽ നമ്മൾ കാണുന്നില്ല. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതലാണ്. ഇത്ര മനോഹരമായി ദൈവവചനം പറഞ്ഞതിൻ്റെ കാരണം സ്തെഫാനോസ് ദൈവത്താൽ നിറയപ്പെട്ടവനായി ജീവിച്ചു എന്നതാണ്. നിന്റെ വായി വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കാം എന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. നിറഞ്ഞ അനുഭവം നമുക്കുണ്ടോ എന്നതാണ് ഇന്നത്തെ പ്രഭാതത്തിൽ ചിന്തിക്കേണ്ടത്. എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു എന്ന് പറയാൻ സാധിക്കണം. പലപ്പോഴും അല്പം പോലും ഇല്ല, കുലുക്കിയാൽ പോലും പുറത്തു വരാനൊന്നുമില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൽ നിറയപ്പെട്ട ഒരു ജീവിതമായിരുന്നു വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കാഴ്ചവെച്ചത്. ഇനി തൻ്റെ ഈ ലോക ജീവിതത്തെ ഉത്തേജിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, അല്ലെങ്കിൽ എന്നെ നിർബന്ധിക്കുന്നു. വീട്ടുകാരുടെ നിർബന്ധമല്ല, സഭക്കാരുടെ നിർബന്ധമല്ല. പൗലോസ് അപ്പോസ്തലനായിരിക്കുന്നത് കർത്താവിൻ്റെ വേല ചെയ്യുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം നിർബന്ധിക്കുന്നു. അതാണ് ഒരു പ്രേരക ശക്തി. ഒരു ക്രിസ്ത്യാനിയെ അളക്കുന്നത് ഇവിടെയാണ്. ആത്മീയ ജീവിതത്തിൻ്റെ അളവുകോൽ കൃപാവരങ്ങളല്ല, കർത്താവിനോടുള്ള സ്നേഹമാണ്. കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ ആഴമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അളവുകോൽ. അതുകൊണ്ട് നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നത് മാത്രമാണ്. അതുപോലെ തിരിച്ച് ആ സ്നേഹബന്ധത്തിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഇനി ഞാൻ ജീവിക്കുന്നതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, എന്നെ സ്നേഹിച്ച കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു. ധനവാനായ ഒരു ചെറുപ്പക്കാരൻ കർത്താവിൻ്റെ അടുക്കൽ വന്നത് നമുക്കറിയാം. ചോദ്യം ഇതാണ്, ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഇന്നത്തെ ചോദ്യവും അതുതന്നെയാണ്, എന്ത് ചെയ്യണം? ഉടനെ കർത്താവ് പറഞ്ഞു, എൻ്റെ പ്രിയ സ്നേഹിത,
നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതും അവനിൽ സന്തോഷിക്കുന്നതുമാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്ത്യൻ ലൈഫ് ഈസ് ടു ലവ് ക്രൈസ്റ്റ് ആൻഡ് എൻജോയ് ഹിം ഫോർ എവർ. എപ്പോഴും കർത്താവിനെ സ്നേഹിക്കുന്നതും സന്തോഷിക്കുന്നതുമാണ്. നാം യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിലാണോ എന്നുള്ളത് അറിയാൻ കർത്താവിനോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് നോക്കിയാൽ മതി. വളരെ ആവേശത്തോടെയൊക്കെ പാടാറുള്ള ഒരു പാട്ട് ഇങ്ങനെയാണ്: എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ഈ പാടുന്നത് ശരിയാണോ എന്നത് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ഈസ് ജീസസ് ദ ലവർ ഓഫ് യുവർ സോൾ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. നിങ്ങളുടെ ആത്മാവിൻ്റെ പ്രിയനാണോ കർത്താവ്? എന്താണ് സ്നേഹത്തിൻ്റെ പ്രത്യേകത? കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കണം. അതിൻ്റെ അർത്ഥം ഇവരെക്കാളെല്ലാം അധികമായി യേശുവിനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. നമ്മുടെ കടമകൾ മറന്നു പോകണം എന്നതല്ല അതിൻ്റെ അർത്ഥം. എല്ലാറ്റിനേക്കാൾ ഉപരിയായ സ്നേഹം യേശുവിനോട് വെച്ചു പുലർത്താൻ സാധിക്കണം. അതാണ് ക്രിസ്തീയ ജീവിതം. യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവയിലധികമായി അല്ലെങ്കിൽ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് കർത്താവ് പത്രോസിനോട് ചോദിച്ചൊരു പുനർസമർപ്പണത്തിലേക്ക് കൊണ്ടുവരുന്ന ഭാഗം യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന ഏറ്റുപറച്ചിലാണ് കർത്താവിൻ്റെ സ്നേഹത്തിൽ സാക്ഷ്യമുള്ളവരായി നിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ തിരഞ്ഞെടുക്കുന്നത് ആ ഒരു വലിയ ഇൻ്റർവ്യൂയിലൂടെയാണ്. നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് അത് മാത്രമാണ്. സ്നേഹം ഏറ്റവും അധികമായി സ്നേഹിക്കും. സ്നേഹം സ്നേഹിക്കുന്നവനിൽ സന്തോഷിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരായി ഈ ഭൂമിയിൽ ജീവിക്കാൻ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ആകൃഷ്ടരായി നമ്മെ തന്നെ സമർപ്പിക്കണം. ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് എല്ലാറ്റിനോടും സ്നേഹമുള്ളവരായി ജീവിക്കാൻ കഴിയും. സ്നേഹരാഹിത്യം നിറഞ്ഞ ലോകത്ത്, പരസ്പരം എന്തെങ്കിലും ലാഭേച്ഛ കൊണ്ട് പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ ലോകത്ത് സ്നേഹത്താൽ നിറയപ്പെട്ടവരായി ജീവിക്കാൻ ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹം പറ്റി നല്ല സാക്ഷ്യമുള്ളവരായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു സമർപ്പണവും പുനർസമർപ്പണവും നമുക്ക് ആവശ്യമാണ്. പൗലോസ് സഭയോട് പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. മറ്റുള്ളവരുടെ മുൻപാകെ ഒരു ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ഈ സ്നേഹം നമ്മളെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ചില കാര്യങ്ങൾ വേണ്ട, ഇപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞാലും ഈ സ്നേഹമുള്ളിലുണ്ടെങ്കിൽ അത് നമ്മളെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മളെ അസ്വസ്ഥമാക്കും. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ട ഒരു അസ്വസ്ഥത നമുക്ക് ഉണ്ടാകണം. പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരായി ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞങ്ങളുടെ ഇച്ഛകൾ കൊണ്ടും കർത്താവിനെ സ്നേഹിക്കുന്നവരായി ജീവിപ്പാൻ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിനാവശ്യമായ ഊർജം നൽകണമേ. കർത്താവെ, പ്രേരക ശക്തിയെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹമായിരിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളുടെ യാത്രകൾ, ജോലിവേലകൾ
ഉത്തരവാദിത്ത നിർവഹണ ഇടങ്ങൾ എല്ലാം അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകമായും യാചിക്കുന്നു. പിന്നിട്ട ജീവിത യാത്രകളിൽ ലഭിച്ച കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ, പുതിയ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ കരുതൽ അനുഭവിപ്പാനും സഹായിക്കണം. യേശു മശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും കൃപയും സ്നേഹവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.